ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇതുവരെ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ. അപ്പോൾ ഇന്നൊരു വെളിച്ചെണ്ണ കാച്ചുന്ന വീഡിയോ ആണ് കേട്ടോ. കുറേ കാലങ്ങളായിട്ട് എനിക്ക് മുടി ഭയങ്കര ഊരിപ്പോലുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു ചെറിയ മാറ്റം വന്നത് ഈ ഒരു വെളിച്ചെണ്ണ തേച്ചോട് കൂടിയിട്ടാണ്. അപ്പോൾ ആ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 ചുവന്നുള്ളി, അതുപോലെ മൈലാഞ്ചി ഇല, വേപ്പില, ഉലുവ, അതുപോലെ തന്നെ കറ്റാർ വാഴ, ചെമ്പരത്തി കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കരിഞ്ചീരകം, പിന്നെ റോസ്മേരിയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ മൈലാഞ്ചി ഇല അതുപോലെ തന്നെ ചെമ്പരത്തിയൊക്കെ കുറച്ചും കൂടെ എടുക്കണം കേട്ടോ. നമ്മളടുത്ത് ഇവിടെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടതാണ് ശരിക്കും ചെമ്പരത്തിയും മൈലാഞ്ചിയൊക്കെ. അപ്പോൾ ഇത്ര കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരസ്യങ്ങളും അതുപോലെ പല വീഡിയോകളും കണ്ടിട്ട് ഒരാഴ്ച കൊണ്ട് മുടി വളർത്താം, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് മുടി പനങ്കോല പോലെ വളർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് നമ്മൾ അതിലൊക്കെ വീണ് ഒരുപാട് പൈസകളൊക്കെ കൊടുത്തിട്ട് വെളിച്ചെണ്ണ മേടിച്ച് തേക്കൂലേ. എന്നിട്ട് എല്ലാവർക്കും അതിൻ്റെ റിസൾട്ട് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പരസ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൽ ചെന്ന് വീഴും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയണത് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കി തേച്ചുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ മേടിച്ച് തേച്ചുകൊണ്ട് മാത്രം നമ്മളെ മുടി വളരുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം, അതുപോലെ നമ്മുടെ തലക്കും മുടിക്കൊക്കെ ഉള്ള തണവിനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ ആവശ്യമായിട്ടുള്ള ഉറക്കം, നേരത്തെ ഉറങ്ങുക, അതുപോലെ നേരത്തിന് എണീക്കുക, അങ്ങനെ ശരിയായിട്ടുള്ളൊരു ഉറക്കം ഉണ്ടായിരിക്കണം. അതുപോലെ ആവശ്യമില്ലാത്ത ഡയറ്റും കാര്യങ്ങളും എടുക്കാതിരിക്കുക, പിന്നെ ഓവർ ടെൻഷൻ കൊടുക്കാതിരിക്കുക. അതൊക്കെ നമ്മളുടെ മുടീനെ ബാധിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ടെൻഷൻ അടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഒരുപാട് ഊരിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ മുടിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ മുടി കൊഴിഞ്ഞു പോയാലും അവിടെ ആ ഒരു സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർത്ത് വരുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം നോക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് വേറെ തൈറോയിഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക, ശരീരം എപ്പോഴും നമ്മൾ ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളം എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതൊക്കെ മുടിയിൽ കാണാൻ പറ്റും കേട്ടോ നമുക്ക് അതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ. പിന്നെ ഇപ്പോൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വെട്ടി തിളപ്പിച്ച് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയല്ല വേണ്ടത്. ഒരു മീഡിയം തീയിലാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട്. അതിൻ്റെ പതൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു നല്ല പോലെ മുരിയണതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് കറക്റ്റായി തന്നെ കിട്ടിക്കോളും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. നല്ലപോലെ മുരിഞ്ഞൊന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ആ വെള്ളം ഒക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുത്ത് വെക്കുമ്പോൾ കേടായി പോകും കേട്ടോ. പിന്നെ ഇതിപ്പോൾ രാത്രി വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മസാജ് ചെയ്ത്, പിന്നെ എന്തൊക്കെ നമ്മൾ മുടിയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിലും അത് ആ റൂട്ടിലാണ് കേട്ടോ, മുടിയുടെ റൂട്ടിലാണ് ചെയ്യേണ്ടത്.